ഹായ് ഡിയേഴ്സ്, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നത്. നമ്മൾ പല ആളുകളും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റീസിലേക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മിസ്റ്റേക്ക് ഒരിക്കലും വരുത്തരുത്. പല ആളുകളും ഒരു 3 അല്ലെങ്കിൽ ഒരു 4 യൂണിവേഴ്സിറ്റീസ്, ഒരു ഡ്രീം യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ടോപ്പ് നിൽക്കുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റീസിലേക്ക് മാത്രം അപ്ലൈ ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസിലേക്ക് അപ്ലൈ ചെയ്യാൻ ഓപ്ഷനുള്ള സമയത്ത് ഈ ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റീസിലേക്ക് മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ മാർക്ക് കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ മാർക്ക് ഏകദേശം ഒരു 500 to 600 റേഞ്ചിലാണെന്ന് വിചാരിക്കാം. അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റീസ് ചില കോഴ്സുകൾക്ക് ഇപ്പോൾ 1000 ആയിരിക്കും അവരുടെ ടോട്ടൽ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ DU യൂണിവേഴ്സിറ്റിയിൽ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും മെജോറിറ്റി സബ്ജക്ട്സുകൾക്കും അവർ 1000-ലാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇംഗ്ലീഷാണ്, BA ഇംഗ്ലീഷ് ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 3 ഡൊമൈൻ പേപ്പേഴ്സും ഒരു ലാംഗ്വേജ് പേപ്പറും ആയിട്ട് ഇങ്ങനെയായിരിക്കും അവർ ടോട്ടൽ മാർക്സ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും അത് ഓരോ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ നോക്കുക എത്രയാണ് നിങ്ങളുടെ കോഴ്സിന് എത്രയാണ് ടോട്ടൽ നോക്കിയിട്ട്. ഞാൻ ഉദാഹരണം പറയാണ്, ഒരു 500 മുതൽ 600 വരെയാണ് നിങ്ങളുടെ മാർക്ക്, ആ റേഞ്ചിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങളൊരു 3 കാറ്റഗറി ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാക്കി വെക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു ഡ്രീം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന, ഇപ്പോൾ നമുക്കറിയാം DU അല്ലെങ്കിൽ JNU പോലെയുള്ള അല്ലെങ്കിൽ BHU പോലെയുള്ള യൂണിവേഴ്സിറ്റീസ്, അവിടെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 20% ആണ്. ഓക്കെ, എന്നാലും നമ്മൾ അവിടെ കൊടുക്കുന്നു. ശേഷം നമുക്ക് ഒരു ടാർഗറ്റ് യൂണിവേഴ്സിറ്റീസ്, ഒരു 50% നമുക്കൊരു സാധ്യതയുള്ള യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യാം. അതെങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷമൊക്കെ അവിടെ ഈ സബ്ജക്റ്റിന് അഡ്മിഷൻ കിട്ടിയ ആ ഒരു മാർക്ക് നമ്മുടെ മാർക്കിനോട് ഏകദേശം ഈക്വൽ ആണെങ്കിൽ അവിടെയാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കേണ്ട ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസ് ഉള്ളത്. നെക്സ്റ്റ്, നമ്മളൊരു സേഫ് സോണിന് വേണ്ടിയിട്ട് കുറച്ച് യൂണിവേഴ്സിറ്റീസിനെ നമ്മൾ കരുതി വെക്കണം. എന്ന് വെച്ചാൽ ഒരു സേഫ് യൂണിവേഴ്സിറ്റീസ് ഒരു 30%. ഫോർ എക്സാമ്പിൾ, നമ്മളെക്കാളും മാർക്ക് കുറഞ്ഞിട്ടുള്ള ആളുകൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സേഫ് സോണിന് വേണ്ടിയിട്ട് കുറച്ച് യൂണിവേഴ്സിറ്റീസ് അവിടെയും സെലക്ട് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പറയുകയാണെങ്കിൽ 2 മുതൽ 3 യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ ഡ്രീം യൂണിവേഴ്സിറ്റി ആയിട്ടും 4 മുതൽ 6 യൂണിവേഴ്സിറ്റി നിങ്ങൾ ഈ പറയുന്ന ടാർഗറ്റ് യൂണിവേഴ്സിറ്റീസ്, അവിടെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കൂടുതലുള്ളത്. അതുപോലെ തന്നെ 2 മുതൽ 3 യൂണിവേഴ്സിറ്റീസ് ഒരു സേഫ് സോണിലേക്കും വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് വളരെ സിമ്പിളായിട്ട് കടന്നു പോകും, അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷനിലും മിസ്സായി പോകും. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അതിൻ്റെ ഒരു പേര് കേട്ടിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഫെയിം കേട്ടിട്ടോ ഒരിക്കലും സെലക്ട് ചെയ്യാൻ പോകരുത്. അതിന് പകരം നമ്മൾ അതിൻ്റെ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അവിടെയുള്ള ഫാക്കൽറ്റി ലൈനപ്പ്, അതുപോലെ തന്നെ അക്കാഡമിക് റെപ്യൂട്ടേഷൻസ്, ഫീസ്, അതുപോലെ നിങ്ങൾക്ക് അവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ടോ, ലൊക്കേഷൻ എങ്ങനെയാണ്, കോസ്റ്റ് ഓഫ് ലിവിങ് എങ്ങനെയാണ്, അതുപോലെ കോഴ്സ് കരിക്കുലം, ഇന്റേൺഷിപ്പ്, റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ്, ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒന്ന് ഓപ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ പല ആളുകളും, ഒരുപാട് കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആയി പോകാറുണ്ട്, അവർക്ക് അവിടെ പറ്റാത്തതുകൊണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു വലിയ പ്രോസസ്സാണ്, നമ്മൾ ഒരുപാട് വർഷങ്ങൾ അവിടെ നിന്ന് പഠിക്കാനുള്ളതാണ്. സോ ഈ ഒരു ചൂസിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡോണ്ട് ഫർഗെറ്റ് ടു കീപ് ദീസ് തിങ്സ് ഇൻ മൈൻഡ്. ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം. സോ താങ്ക് യു.